ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ ടൂത്ത് ബ്രഷ്. നമ്മൾ മിക്കവർക്കും ബ്രഷ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനുള്ള 6 പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിൻസ് ഇറ്റ് തറലി ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്. നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നതിന് മുമ്പും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ നന്നായിട്ട് കഴുകുക. സെക്കൻഡ്ലി, സ്റ്റോർ യുവർ ടൂത്ത് ബ്രഷ് അപ്രൈറ്റ്. നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തതിന് ശേഷം കിടത്തി വെക്കാതെ നിവർത്തി വെക്കുക. അപ്പം അത് വേഗം ഉണങ്ങാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. തേർഡ്ലി, കീപ് ദം സെപ്പറേറ്റ്. ബ്രഷുകൾ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വെക്കരുത്, എല്ലാം മാറ്റി മാറ്റി വെക്കാൻ ശ്രമിക്കുക. ക്രോസ് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാനാണ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറയുന്നത്. ഫോർത്ത്, അവോയ്ഡ് കവറിങ് യുവർ ടൂത്ത് ബ്രഷ്. നമ്മുടെ ടൂത്ത് ബ്രഷ് ഒരിക്കലും അടച്ചു വെക്കാതിരിക്കുക. അടച്ചു വെക്കുമ്പോൾ അതിൽ മോയ്സ്ചർ കണ്ടന്റ് മൂലം ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാവും. ഫിഫ്ത് തിങ് ഇസ് ഡോണ്ട് കീപ് യുവർ ടൂത്ത് ബ്രഷ് നിയർ ദ ടോയ്ലറ്റ്. ഒരിക്കലും ടോയ്ലറ്റിന്റെ അടുത്ത് ടൂത്ത് ബ്രഷ് വെക്കാതിരിക്കുക. വെക്കുകയാണെങ്കിൽ തന്നെ 6 feet away വെക്കുക. വൺ മോർ പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലോസ് യുവർ ടോയ്ലറ്റ് സീറ്റ് ബിഫോർ ഫ്ലഷിംഗ്. ഇത് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബ്രഷ് നല്ലൊരു ആന്റി ബാക്ടീരിയൽ മൗത്ത് വാഷിൽ ഒരു അരമണിക്കൂർ നേരം മുക്കി വെക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ടേക്ക് കെയർ ഓഫ് യുവർ ടൂത്ത് ബ്രഷ്.